നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. എല്ലാ മേഖലകളിലും സ്വദേശിവത്കരണം നടപ്പാക്കിയും മറ്റ് നടപടികളിലൂടെയും പ്രവാസികളെ ശ്വാസം മുട്ടിക്കുന്ന നടപടികളാണ് കുവൈറ്റ് ഭരണകൂടം അടുത്ത കാലത്തായി നടപ്പാക്കുന്നത്. സമീപകാലത്ത് മറ്റ് പല ഗൾഫ് രാജ്യങ്ങളും പ്രവാസികളോട് ഉദാരമായ നയം സ്വീകരിക്കുമ്പോൾ ഓരോ ദിവസം കഴിയും തോറും തങ്ങളുടെ നയങ്ങൾ കൂടുതൽ ശക്തമാക്കുകയാണ് കുവൈറ്റ്. പ്രവാസി ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി 3 വർഷത്തിൽ നിന്ന് 1 വർഷമായി കുറച്ച കുവൈറ്റ് ട്രാഫിക് വിഭാഗത്തിന്റെ തീരുമാനവും ഇതിൽ ഉൾപ്പെടുന്നു. ഈ തീരുമാനം 2023 ഏപ്രിൽ 26 മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. രാജ്യത്തെ സാധാരണക്കാരായ പ്രവാസികളാണ് നടപടികൾ കടുപ്പിക്കുന്നത് മൂലം കൂടുതൽ പ്രതിസന്ധി നേരിടുന്നത്. ട്രാഫിക് നിയമലംഘനത്തിനെതിരെ കർശന നടപടികളുമായി കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. ഗതാഗത നിയമം ലംഘിച്ച 360 ഡ്രൈവിംഗ് ലൈസൻസുകൾ ഇപ്പോൾ റദ്ദാക്കപ്പെട്ടിരിക്കുകയാണ്. പ്രവാസികൾക്ക് അനുവദിച്ച ഡ്രൈവിംഗ് ലൈസൻസുകളുടെ പരിശോധന തുടരുമെന്നാണ് സൂചന. പോയിന്റ് സമ്പ്രദായ പ്രകാരമാണ് കുവൈത്തിൽ ലൈസൻസുകൾ റദ്ദാക്കിയത്. 1 വർഷത്തിനിടെ 14-ൽ കൂടുതൽ ബ്ലാക്ക് പോയിന്റുകൾ ലഭിച്ചാൽ ആദ്യ തവണ 1 മാസത്തേക്കും, 2ാം തവണ 12 പോയിന്റുകൾ കിട്ടിയാൽ 6 മാസവും, 3ാം തവണ 10 പോയിന്റുകളിൽ എത്തിയാൽ 9 മാസവും, 4ാമത്തെ തവണ 8 പോയിന്റ് രേഖപ്പെടുത്തിയാൽ 1 വർഷവും, 5ാം തവണ 6 പോയിന്റുകൾ ലഭിച്ചാൽ ഡ്രൈവിംഗ് ലൈസൻസുകൾ സ്ഥിരമായും റദ്ദാക്കും. റോഡ് സുരക്ഷ ഉറപ്പാക്കാനും അപകടങ്ങൾ കുറയ്ക്കുന്നതിന്റെയും ഭാഗമായാണ് നടപടി. ഈ വർഷം ഇതുവരെയായി 1220 ലൈസൻസുകളാണ് റദ്ദാക്കിയത്. അതിനിടെ ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട് കർശന നടപടികളാണ് ട്രാഫിക് അധികൃതർ സ്വീകരിച്ചു വരുന്നത്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം രാജ്യത്ത് ഏകദേശം 14 ലക്ഷം ഡ്രൈവിംഗ് ലൈസൻസുകളാണ് നൽകിയിരിക്കുന്നത്. ഇവയിൽ ഏകദേശം 8 ലക്ഷത്തോളം ഡ്രൈവിംഗ് ലൈസൻസുകൾ വിദേശികളുടെ പേരിലാണ്. ഇതിൽ നിയമവിരുദ്ധമായി ലൈസൻസ് നേടിയെന്ന് പരിശോധിച്ച് കണ്ടെത്തുന്നവരുടെ ലൈസൻസുകൾ റദ്ദാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. കുറഞ്ഞത് 2 വർഷം കുവൈത്തിൽ ജോലി ചെയ്യുകയും 600 ദിനാർ ശമ്പളവും ബിരുദവും ഉള്ളവർക്കാണ് ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിക്കാനുള്ള അനുമതി. ജോലി മാറ്റമോ മറ്റു കാരണങ്ങൾ കൊണ്ടോ ഈ പരിധിക്ക് പുറത്താകുന്നവർ ലൈസൻസ് തിരിച്ചേൽപ്പിക്കേണ്ടത്. അതേസമയം പ്രവാസികൾക്ക് അനുവദിച്ച ലക്ഷക്കണക്കിന് ഡ്രൈവിംഗ് ലൈസൻസുകൾ നിയമം പാലിച്ചാണോ നൽകിയതെന്ന് ഉറപ്പാക്കാൻ ആഭ്യന്തര മന്ത്രാലയം പരിശോധന നടത്തിവരികയാണ്. വ്യാപകമായ അഴിമതി ആരോപണത്തെ തുടർന്നാണ് നടപടിയെന്നാണ് മന്ത്രാലയം പറയുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.